അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നീ ഭയക്കുന്ന വിഷയങ്ങൾ, ഇന്റർവ്യൂകൾ, ടെസ്റ്റുകൾ, യാത്ര ചെയ്തെത്തുന്ന ഇടങ്ങൾ, നിന്റെ ജോലിപ്പാടുകൾ, ശുശ്രൂഷ ഇടങ്ങൾ കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും നിന്നെ സന്ധിക്കട്ടെ. ദൈവവേദനെ പിതാപുത്രനും പരിശുദ്ധാത്മാ. ആമേൻ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മൾ വിശ്വാസ ജീവിതം എന്നും പറഞ്ഞ് ലീഡ് ചെയ്യുന്ന പല കാര്യങ്ങളും, അതിനെ ഒന്നുകിൽ പ്രാർത്ഥനാ ജീവിതമായിരിക്കും, അത് അല്ലെങ്കിൽ അനുഷ്ഠാന ജീവിതമായിരിക്കും. അപ്പോൾ വിശ്വാസ ജീവിതം ഇതൊന്നുമല്ല, ലോകത്തിൻ്റെ മേലുള്ള ഒരു വ്യക്തിയുടെ ദൈവസ്വഭാവത്തേക്കുള്ള വളർച്ചയാണ്, ലോകത്തിൻ്റെ മേലുള്ള വിജയമാണ് നമ്മൾ ഇന്നലെ കണ്ടു. ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ഈ 1000 കൊല്ലങ്ങളായിട്ട് സഭ എപ്പോഴും ഓരോരോ കാലത്ത് ദൈവത്തോട് അടുക്കുന്നതിന് ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും ഇങ്ങനെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും, ദൈവത്തോട് എങ്ങനെയാണ് മനുഷ്യനെ കൂടുതൽ അടുപ്പിക്കുക. അത് എക്കാലത്തെയും ദൈവശാസ്ത്രമൊക്കെ വന്നതും അങ്ങനെയാണ്. അതുപോലെ തന്നെ ആധ്യാത്മികമായ മിഷണറീസ് വന്നതും അങ്ങനെയാണ്. ചില ഒരു പറ്റം ആൾക്കാർ ദൈവത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും ആലോചിക്കുകയും അവരോട് ദൈവം ഇൻട്രാക്ട് ചെയ്യുകയും എന്നിട്ട് ഈ മോസസിനെ പോലെ ആ ദൈവത്തെ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ കൊടുക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ മനുഷ്യരോട് ദൈവത്തെ തന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് കാലത്തിനൊപ്പം വെളിപ്പെടുത്തും. ഇപ്പം കാലത്തിനൊപ്പം വെളിപ്പെടുത്തുമ്പോഴും അതിനൊക്കെ ബേസ്മെൻ്റ് എപ്പോഴും നമുക്ക് ക്രിസ്ത്യൻസിനാണെങ്കിൽ ബേസ്മെൻറ്റ് 2 ബേസ്മെൻറ്റ് നമ്മുടെ 2 കാലും, ഒരു കാല് ചവിട്ട് നിൽക്കുന്നത് സ്ക്രിപ്ചറിലും ഒരു കാല് ചവിട്ട് നിൽക്കുന്നത് പാരമ്പര്യത്തിലുമാണ്. 2 കാലം നമ്മൾ ചവിട്ടി, അതായത് ഒരേ സമയം തന്നെ എഴുതപ്പെട്ട ബൈബിളും എഴുതപ്പെടാത്ത ബൈബിളും, എല്ലാം ബൈബിളാണ്. പാരമ്പര്യം എന്ന് പറയുന്നത് ബൈബിളാണ്. അപ്പം ഈ എഴുതപ്പെടാത്ത ബൈബിള് ആണ് നമുക്ക് വിശിഷ്ട പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിക്കണം. അതിങ്ങനെ പകർച്ച അപ്പോസ്തലിക സഭയ്ക്ക് മാത്രമേ അതുള്ളൂ. കാര്യം അപ്പോസ്തലന്മാർ പകർന്നു കിട്ടിയതാണ്. ഈ നമ്മുടെ നൊവേനയൊക്കെ ഇല്ലേ, നൊവേന, അപ്പോൾ നമ്മളവർക്കും അത് ഇടക്കാലം കൊണ്ടുണ്ടായതാണെന്നൊക്കെ പറയില്ലേ. എന്നൊക്കെ പറഞ്ഞ് നൊവേനയെ ആക്ഷേപിക്കുന്നവരുണ്ട്. ഞാൻ ചില സമയത്തൊക്കെ അറിയാതെയൊക്കെ നൊവേനയ്ക്കെതിരെയൊക്കെ എന്തെങ്കിലും പറയും. പക്ഷെ നമുക്കൊരു എളിമയോടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, നൊവേനയാണ് ആദ്യം ഉണ്ടായിരുന്നത്. 9 ദിവസം ഇല്ലേ അവർ അമ്മയും അപ്പോസ്തലന്മാരും കൂടി, നൊവേന വെച്ചാൽ 9 എന്നല്ല അർത്ഥം, 9 ദിവസം അവർ പ്രാർത്ഥിച്ചില്ലേ. നടപടി പുസ്തകം 1:14. ഇവർ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ആ 9 ദിവസം അവർ പ്രത്യേക പർപ്പസിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അമ്മയും അപ്പോസ്തലന്മാരോട് പ്രാർത്ഥിച്ചു. അതാണ് നൊവേനയുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത്. പിന്നെ ഒരു മിഡിൽ ഏജസ് ഒക്കെ എപ്പോഴും AD 1200 കാലഘട്ടങ്ങളൊക്കെ ഒരു മിഡിൽ ഏജസ്, മധ്യകാലം. അപ്പോൾ ഡൊമിനിക്കൻസും പിന്നീട് ഈ മോഡേൺ കാലം വന്നപ്പോൾ ജസ്യൂട്ടുകളും അവർ മാതാവിൻ്റെ അപ്പാരിഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അപ്പാരിഷൻ സംഭവിച്ചില്ലേ സഭയിൽ. ഇപ്പോൾ ലൂർദ് ഫാത്തിമയ്ക്ക് മുമ്പ് തന്നെ എത്രയോ അപ്പാരിഷൻസ് ഉണ്ട്. ആദ്യത്തെ അപ്പാരിഷൻ യാക്കോബ്സിലേക്ക് നൽകിയതാണ്. ആദ്യത്തെ അപ്പാരിഷൻ ആ AD 120 മറ്റേ ഉള്ളതാണ്. അപ്പോൾ മരീൻ അപ്പാരിഷൻസ് സഭക്ക് അപ്പാരിഷൻ മനസ്സിലായി. അപ്പാരിഷനിലൂടെ മാതാവിൻ്റെ പ്രത്യക്ഷീടങ്ങൾ സഭയിൽ സത്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ പ്രത്യക്ഷീകരണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഡൊമിനിക്കൻ അച്ഛന്മാരും ജസ്യൂട്ട് അച്ഛന്മാരും നൊവേനകൾ രൂപപ്പെടുത്തിയെടുത്ത്. അപ്പം ആ ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ പക്ഷെ നൊവേനയ്ക്ക് അപ്പോൾ 2000 കൊല്ലത്തെ പാരമ്പര്യം ഉണ്ടെങ്കിലും പിന്നെ ഒരു പ്രെയർ ഫോം എന്ന രീതിയിൽ ഒരു 1000-700-800 കൊല്ലത്തെ പാരമ്പര്യമാണ് നൊവേനയ്ക്കൊക്കെ ഉള്ളത്. പിന്നീട് 12-ാം നൂറ്റാണ്ടിൽ തന്നെ വന്നപ്പോൾ തന്നെ 16 നൂറ്റാണ്ടൊക്കെ വന്നപ്പോൾ ജപമാല വന്നായിരുന്നു. അപ്പോൾ ജപമാല പിന്നെ വ്യാപകമായ രീതിയിൽ പ്രചരിച്ചു. പിന്നെ ജപമാലയുടെ ഒക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇപ്പം കേരള സഭയിലാണെങ്കിൽ 1663
1653 കൂനംകുരിശ് സത്യത്തിന് ശേഷം പിന്നീട് ഈ സഭയിൽ നിന്ന് പിരിഞ്ഞുപോയ സഹോദരങ്ങളെ പുനരയിക്കപ്പെടാൻ സെബസ്ത്യാൻ പാതിരി വരുന്നുണ്ട്. സെബസ്ത്യാൻ പാതിരി ഇറ്റാലിയൻ മിഷണറിയാണ്. പക്ഷെ അപ്പോൾ ഡച്ചുകാർ വരികയും അദ്ദേഹത്തിന് എമർജൻസി ആയിട്ട് പോവുകയും ചെയ്യേണ്ടി വന്നു. പക്ഷെ അപ്പോഴേ സെബസ്ത്യാൻ പാതിരി ഇവിടെ വന്നിട്ട് ഈ ഒരു കാർമലൈസ് വിക്കാരിയത്ത് റോം അദ്ദേഹത്തിന് പ്രൊപ്പഗാന്ത മിഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ സ്ഥാപിച്ചു. ഇവിടുത്തെ സഭകളെല്ലാം റോമിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സഭകളും വരാപ്പുഴ വികാരിയാത്തിൻ്റെ ഭാഗമായി വന്നു. പിന്നെ നമ്മളെ നയിച്ചതും ഭരിച്ചതും എല്ലാം കാർമലൈറ്റ് സ്പിരിച്വാലിറ്റിയാണ്. ഇപ്പം ഞങ്ങൾക്കിവിടെ ആലപ്പുഴ കാർമലൈറ്റ് സ്പിരിച്വാലിറ്റി ഇവിടെ പ്രബലമാകുന്നതിന് മുമ്പ് തന്നെ ജെസ്യൂട്ട് സ്പിരിച്വാലിറ്റിയാണ് ഇവിടെ ഫോം ചെയ്ത് വന്നത്, അർത്തങ്കൽ ബേസ് ചെയ്ത്. അപ്പം അത് ഡച്ചുകാരുടെ കാലമാകുമ്പോഴാണ് അവർ തിരിച്ചു പോകേണ്ടി വരണത്. പിന്നീട് നമുക്ക് കാർമലൈറ്റ് സ്പിരിച്വാലിറ്റി വരണത്. കാർമലൈറ്റ് സ്പിരിച്വാലിറ്റിയിലൂടെയാണ് നമുക്ക് സ്കാപ്പുലറും ബന്ധിഞ്ഞ ആ ജപമാല മാതൃഭക്തി ശരിക്കും കേരള സഭയുടെ അടിസ്ഥാന ഘടകമാകണം. അങ്ങനെയാണ് അത് സീറോ മലബാർ എപ്പാർക്കി ഒക്കെ തുടങ്ങുന്നില്ലേ, തുടങ്ങുന്നത് 923. ആ ഒരു കാലഘട്ടം വരെ സഭയിൽ ആകമാനം കാർമലൈറ്റ് സ്പിരിച്വാലിറ്റിയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. അതിനകത്ത് ബ്രീവരി ഉണ്ടാവും, കാരുണ്യ നമസ്കാരം ഉണ്ടാവും, അതുപോലെ തന്നെ ജപമാല ഉണ്ടാവും. പിന്നെ ഇറ്റാലിയനിൽ രൂപപ്പെട്ട് വന്ന 40 മണി ആരാധന 1829 മുതൽ ചാവറച്ചൻ്റെ 1870-75 വരെയുള്ള കാലഘട്ടങ്ങളിലെല്ലാം 40 മണി ആരാധനക്ക് ഭയങ്കരമായ ഒരു അനുഭവങ്ങൾ കേരള സഭയിലുണ്ടായി. അപ്പോൾ ഈ 40 മണി ആരാധന, ജപമാല, നൊവേന, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ പറയണില്ലേ. അതിനുശേഷം പിന്നീട് നമുക്ക് കാണുന്നത് കരിസ്മാറ്റിക് നവീകരണം. ഒരു 75 രൂപ വന്നതാണ്. 75 രൂപ 75 കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് 2015 ഏറെക്കുറെ 2015. ഇപ്പോഴും കരിസ്മാറ്റിക് നവീകരണം നടക്കുന്നുണ്ട്. കേരളത്തിൽ കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രങ്ങളുണ്ട്. കൃപാസനം കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രമല്ല, അത് മരിയൻ ഉടമ്പടി ധ്യാനകേന്ദ്രമാണ്. അത് 2016 ആദ്യം കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രം ആയിരുന്നെങ്കിലും 2016 അത് മരിയൻ അപ്പാരിഷനോടുകൂടി അത് മരിയൻ ഉടമ്പടി ധ്യാനകേന്ദ്രമായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോഴും കേരളത്തിൽ പ്രഖ്യാപിതമായ ധ്യാനകേന്ദ്രങ്ങൾ കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രമാണ്. ഇപ്പോൾ നമ്മൾ മൊത്തം നോക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം, വിശ്വാസ ജീവിതം കാലഘട്ടങ്ങളിലൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്നതും, ഇതിനിടയ്ക്ക് ജോൺ പോൾ മാർപ്പാപ്പയുടെ കാലത്ത് കർണക്കൊന്ത, സിസ്റ്റർ ഫൗസ്റ്റീനയുടെ കർണക്കൊന്ത ഡെവലപ്പ് ചെയ്ത് വന്നു. ഇപ്പോൾ കർണക്കൊന്ത വരുമ്പോഴുന്ന വിഷയം അതും ഇതുപോലെ റിസൈറ്റിംഗ് ആണ്. ജപമാലയും റിസൈറ്റിംഗ് ആണ്, പ്രാർത്ഥിക്കണമാണ്. നമ്മൾ നാക്കുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതിൻ്റെ ഈ ഫെയ്ത്തിൻ്റെ മെക്കാനിസം നടക്കുന്നതെല്ലാം പ്രാർത്ഥന എന്നിട്ടുള്ള ഒരു മെക്കാനിസത്തിലാണ് അത് വർക്കൗട്ട് ചെയ്യണത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു ഘടകമാണത്, ഒരു ഘടകം. ഇവിടെ മഹനീയ സാന്നിധ്യമുള്ള ഈ തിരുവൾത്താരയിൽ രണ്ടാമതും മാതാവിനെ മഹത്വപ്പെടുത്തുവാൻ, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് വലിയ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെയും അർഹരാക്കിയതിന് മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് ജെയ്മി, ഇതെൻ്റെ മകൻ ആരോൺ. ഞങ്ങൾ സെപ്റ്റംബറിൽ ആദ്യ സാക്ഷ്യം പറയുണ്ടായി. അതിൽ പ്രധാന കാര്യം എൻ്റെ മകൻ്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന, അതായത് ഇതിനേക്കാൾ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഹൈപ്പർ ആക്ടിവിറ്റി ADHD ഇഷ്യൂസിനെ പറ്റിയിട്ടുള്ളതായിരുന്നു. അത് വിശദമായിട്ട് അന്നത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇതേ കുട്ടി തന്നെയാണ് ഇപ്രാവശ്യം പബ്ലിക് എക്സാം 10th എക്സാം എഴുതിയ കുട്ടി. സാക്ഷ്യം പറഞ്ഞു പോയതിന് ശേഷം പിന്നീട് സ്ഥിരമായിട്ട് അച്ഛൻ്റെ ക്ലാസ്സുകളും എല്ലാം സ്ഥിരമായിട്ട് കാണുന്നത് തന്നെയാണ്. അപ്പോൾ പിന്നീടുള്ള അച്ഛൻ്റെ ധ്യാനങ്ങളിലും അതുപോലെ ഡെയിലി ബ്രെഡ് പ്രയറും ഒക്കെ കൃത്യമായിട്ട് അതുപോലെ തന്നെ കൂടിപ്പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പം എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം മെയിനായിട്ടും അവിടെ തന്നെയാണ്. പ്രധാനമായ മലയാളികളല്ല, കന്നഡ, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് അങ്ങനെ ഉള്ള ഭാഷകളിലാണ് ഞാൻ പത്രം വാങ്ങിച്ചിട്ട് പോവുക. അപ്പോൾ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ വളരെ
സമയമെടുത്ത് അവരോട് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നന്മകൾ അത്രയും ഇവിടെ പറയാൻ സമയപരിമിതി കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞാണ് സമയമെടുത്താണ് കാര്യങ്ങൾ ചെയ്യാറ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതി ആയതുകൊണ്ടാവാം പിന്നീട് അച്ഛൻ്റെ ക്ലാസ്സുകളിൽ നിന്നും അതുപോലെ ധ്യാനത്തിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഒരു ഇൻഡിക്കേഷൻ എനിക്ക് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം എന്നിങ്ങനെ മോണിറ്ററിൽ തെളിയുന്നത് എങ്ങനെയാണോ അതുപോലെ കണ്ണടച്ചാലും ഒരു തോന്നൽ, കണ്ണ് തുറന്നാലും ഇങ്ങനെ ഒരു എഴുതി കാണിക്കുന്ന പോലെ ഒരു ഫീലിംഗാണ് ഉത്തരവാദിത്വം. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താണ് ഈ ഉത്തരവാദിത്വം? എനിക്ക് പിടികിട്ടുന്നില്ല. ഒരു ഭാരം പോലെ എനിക്ക് തോന്നി, എന്തോ ഒരു ഭാരം പോലെ. ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തന്നെ ഒരു ഭാരമാണല്ലോ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, മാതാവേ എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നേരത്തെ കൂട്ടി 2019-20 കാലഘട്ടത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തു പോകുന്നത്. അത് ഈ കാലം അത്രയും കൃത്യമായിട്ട് ചെയ്തു പോരുന്നുണ്ട്. അപ്പോൾ ഇക്കാലം അത്രയുമുള്ള ഒരു ഉടമ്പടിയിലുള്ളൊരു പരിചയവും ഒരു എക്സ്പീരിയൻസും ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പം എൻ്റെ മനസ്സിലിങ്ങനെ പെട്ടെന്ന് വന്നത്, ഇങ്ങനെ പോരാ അടുത്ത ലെവലിലേക്ക്, അതാണ് ഉത്തരവാദിത്വം എന്നെനിക്ക് മനസ്സിലായി. കാരണം അത് വരാൻ കാര്യം പിന്നീട് ഞാൻ ചെയ്തപ്പോൾ പ്രേക്ഷിത പ്രവർത്തനത്തിന് എൻ്റെ മുമ്പിൽ വന്നു ചേർന്ന ആളുകളെ പറ്റി പറയുമ്പോഴാണ്. അത്ര കാലം സാധാരണക്കാരായ ആൾക്കാരോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് എങ്കിലും പിന്നീട് എനിക്ക് കിട്ടിയ ആൾക്കാർ സമൂഹത്തിൽ അല്പം സ്ഥാനമുള്ളവരും ഉയർന്നു നിൽക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ബാംഗ്ലൂർ ഇതുപോലെ പത്രപ്രേക്ഷണ പ്രവർത്തനം നടന്ന സമയത്ത് എൻ്റെ മോൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. കാരണം എൻ്റെ ഫസ്റ്റ് സാക്ഷ്യവും പ്രധാനപ്പെട്ടതും അവൻ തന്നെയാണ്. ഇവൻ ഒരു സാക്ഷിയാണ്. ഞാൻ മോനെയും കൊണ്ടാണ് പോവാറ് എവിടെ പോയാലും. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഞാൻ ഒരാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു പേപ്പർ കൊടുത്തിട്ട്. അപ്പോൾ ആ വ്യക്തിയുടെ പേര് രൂപ എന്നാണ്. അപ്പോൾ അവരൊരു അനാഥയായ പെൺകുട്ടിയാണ്, പക്ഷേ ഹിന്ദുവാണ്. പക്ഷേ ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ആ ലേഡി എന്നോട് മാതാവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ മാതാവിനെ പറ്റി സുവിശേഷം എന്നോട് പറഞ്ഞപ്പോൾ നമ്മൾക്ക് തീരെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോരാ എന്നുള്ള ബോധ്യം എനിക്ക് ബോധ്യപ്പെട്ടു. ഉത്തരവാദിത്തം എന്ന് വീണ്ടും എൻ്റെ മനസ്സിലവിടെ തെളിഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയത് ഇങ്ങനെയാണ്, റെസ്പോൺസിബിൾ മിഷനറി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു ബോധ്യം. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇതുപോലെ ഞാൻ സംസാരിച്ച വ്യക്തി ഒരാൾ അവിടുത്തെ ക്ഷേത്രത്തിലെ ഒരു പൂജാരിയായിരുന്നു. അപ്പോൾ എനിക്കിതറിയില്ലായിരുന്നു ഞാൻ സംസാരിക്കുന്ന ഇന്നയാളോടാണെന്ന്. പക്ഷേ അദ്ദേഹം ഞാൻ മറ്റൊരാളോട് സംസാരിക്കുന്ന കേട്ടിട്ട്, ഞാൻ പറയുന്ന പകുതി കന്നഡയും പകുതി ഇംഗ്ലീഷും ഒക്കെയാണ്, എനിക്ക് അത്ര വ്യക്തമായിട്ടൊന്നും അറിയില്ലെങ്കിൽ പോലും അത് കേട്ടിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിട്ട് എന്നെ വിളിക്കുകയാണ് ഉണ്ടായത്. ഞാൻ ഒരു പള്ളിയിലാണ് ഞാനിത് കൊടുക്കുന്നത്. അദ്ദേഹം അവിടെ സന്നിഹിതനായിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾ ഇത്ര നേരം പറഞ്ഞത് ഞാൻ കേട്ടു, എനിക്ക് കുറേയൊന്നും മനസ്സിലായില്ല, പക്ഷേ എങ്കിലും ചിലതൊക്കെ മനസ്സിലായി, ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി സാർത്ഥക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാർത്ഥക് എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെതായ മതത്തിൻ്റെ പുരോഹിതനാണ്. അപ്പോൾ എനിക്ക് ഉള്ളിലൊരു പേടി, കാരണം ഞാനൊരു സാധാരണ ആളാണ്. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഏത് മതമായാലും അതിൻ്റേതായൊരു മഹത്വമുണ്ട്. വിളിച്ചു ചേർക്കപ്പെട്ടവരല്ലേ പുരോഹിതന്മാരാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളോട് സംസാരിക്കാനുള്ള ശക്തിയും കഴിവും എനിക്കുണ്ടോ മാതാവേ, അതിനുള്ള വിവേകം എനിക്കുണ്ടോ മാതാവേ എന്ന് ഞാൻ ആ നിമിഷത്തിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. അത്രയും ചിന്തിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ പിന്നീട് അങ്ങോട്ട് പറഞ്ഞതൊക്കെ കന്നഡ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തോട്. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്കിപ്പോഴും എന്താണ് പേരെന്ന് കന്നഡത്തിൽ ചോദിക്കാനൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹം വളരെ തൃപ്തനായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹം പൂജാരിയാണെങ്കിൽ പോലും വളരെ നിധി പോലെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ മാതാവ്. അപ്പോൾ എനിക്കതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി. അദ്ദേഹം മാതാവിനെ പറ്റിയിട്ടുള്ള സുവിശേഷം എന്നോട് പറയുകയും എന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. വളരെ അനുഗ്രഹപ്രദമായ ഒരു നിമിഷമായിരുന്നു. അപ്പം അങ്ങനെ ഉള്ള ആൾക്കാരുമായിട്ടും റെസ്പോൺസിബിളായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാരുമായിട്ടുള്ള എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം മുന്നോട്ട് പോയത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയിട്ട് അങ്ങനെ അധികം ബോധേഡല്ല. കാരണം നമ്മൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. അച്ഛൻ പറയുന്നത് പോലെ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. കാരണം അത് തക്ക സമയത്ത് തക്ക രീതിയിൽ അത് നിവർത്തിക്കപ്പെടും. എൻ്റെ ജീവിതാനുഭവം അങ്ങനെ ആയതുകൊണ്ട് നമുക്കതിനെപ്പറ്റി വലിയ ബോധരക്ഷനില്ല. പക്ഷേ എങ്കിലും അമ്മ എന്ന നിലയ്ക്ക് എൻ്റെ മകൻ പരീക്ഷ അടുത്ത് വരുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ പ്രധാന പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ്. എനിക്ക് ആ സമയത്ത് കൃത്യമായി ആ ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിൽ കിട്ടിയത് മുഴുവൻ യുവാക്കൾ പിള്ളേരെയായിരുന്നു.
അപ്പം ബാംഗ്ലൂരൊക്കെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. അങ്ങനെയുള്ള ഒത്തിരിയേറെ ജോലിയുടെ പ്രഷറുകളും പഠിത്തത്തിൻ്റെ പ്രഷറുകളും കൊണ്ട് വലയുന്ന ഒത്തിരിയേറെ പിള്ളേരെ നമ്മൾക്ക് കാണാൻ പറ്റും. അവർക്ക് ഇൻസ്റ്റൻറ്റ് മോട്ടിവേഷൻ, അവർക്ക് കിട്ടുന്ന ഇൻസ്റ്റൻറ്റ് മോട്ടിവേഷൻ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ല മറ്റെന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റുകളിൽ നിന്നൊക്കെ ആയിരിക്കും. പക്ഷേ അതിനൊരു ഇൻസ്റ്റൻറ്റ് പവറേ ഉള്ളൂ. പക്ഷെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് ദൈവാശ്രയമാണ് ഈ പ്രായത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. ദൈവാശ്രയം നേടിയെടുത്തു കഴിഞ്ഞാൽ, ദൈവത്തിൽ മാത്രം ആശ്രയിക്കാൻ പഠിച്ച് ആ ഒരു മോട്ടിവേഷനിൽ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നൊന്നിനെയും പറ്റി ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ വായിലൂടെ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊരു മകൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും, എനിക്ക് ഭാഷ അറിയില്ലാത്ത ആൾക്കാർ തന്നെയാണ്, പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിച്ചു. അപ്പം പറഞ്ഞത്, മാതാവിൻ്റെ ഒരു മെസ്സേജ് പോലെ തോന്നുന്നു സിസ്റ്റർ, താങ്ക് യു. നമ്മളെ മലയാളികളെക്കാൾ കൂടുതൽ അക്സെപ്റ്റൻസ് ആണ് അവരോട് സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാവുക. എന്തായാലും അവർ കൃത്യമായിട്ട് അത് ആ മാതാവിൽ നിന്നുള്ള മെസ്സേജ് അവർക്ക് ലഭിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ വ്യക്തിയോടും നമ്മൾ സംസാരിക്കുന്നത്. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാനവിടെ പത്രം കൊടുത്ത ആ രൂപ എന്ന് പറയുന്ന വ്യക്തി രണ്ടാമത് ഞാൻ കാണാനിടയായി. ആ വ്യക്തി കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോൾ അവരെ ഓടി വന്ന് എൻ്റെ ബാഗ് തുറന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഇതുപോലെ അവരോട് മാതാവിനെ പറ്റി പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇവിടുത്തെ പള്ളിയെപ്പറ്റി സംസാരിച്ചിരുന്നല്ലോ, അവരത് ഓർത്ത് വെച്ചിട്ട് അവരുടെ ബാഗിനകത്ത് നിറച്ചും ഇവിടുത്തെ പത്രമാണ്. സോ ഞാൻ മനസ്സിലാക്കിയത് പ്രേക്ഷിത പ്രവർത്തനം നെക്സ്റ്റ് ലെവലിലേക്ക് മാറിയിരിക്കുന്നു. കാരണം അവിടെ ഉള്ളവർ പ്രേക്ഷിത പ്രവർത്തനം ഏറ്റെടുത്ത് അവരും പത്രങ്ങൾ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ അവർ പറഞ്ഞത്, പരിശുദ്ധ മാതാവിൻ്റെ ഓൺലൈൻ വഴിയായിട്ട് അവർ പ്രാർത്ഥന എത്തിക്കുകയും പരിശുദ്ധ കൃപാസന മാതാവിന് പ്രെയർ റിക്വസ്റ്റ് ഇടുകയും മാതാവിനെ കൃത്യമായി മനസ്സിൽ ധ്യാനിച്ചും മാതാവിനോട് മധ്യസ്ഥ അപേക്ഷിച്ചും മാത്രം മുന്നോട്ട് ജീവിച്ച് അവരിന്ന് ഒരു ഹോട്ടലിൻ്റെ ഉടമയാണ്. അവർ പുതിയതായിട്ടൊരു ഹോട്ടൽ തുടങ്ങി അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ വെളിച്ചപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അവർക്കും വലിയ സന്തോഷമാണ്, അവരും അവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. നമുക്ക് വർദ്ധിച്ച ഉത്തരവാദിത്തം, മിഷണറി, റെസ്പോൺസിബിൾ മിഷണറി എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തം ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് മാതാവിനോട് പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് മകൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒരു ഹിസ്റ്ററിയൊക്കെ ഉള്ളതാണല്ലോ, പിന്നെ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുമൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതൊന്നും ഭാരപ്പെടേണ്ട കാര്യങ്ങളല്ല, നമുക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം അത് ദൈവം തന്നോളും. പക്ഷേ ഏത് വഴിക്കുന്ന നമ്മൾ ദൈവത്തെ പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, ദൈവം നമുക്ക് തരും എന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പം എക്സാം എടുക്കും തോറും സാധാരണ കുട്ടികളെ പോലെ ഒരു ടെൻഷനും ഒരു ബുദ്ധിമുട്ടും ഒക്കെ ആൾ കാണിച്ചു. അപ്പോൾ എനിക്കും ഒരു ഇതുണ്ടായി. ഞാൻ ആലോചിച്ചു, മാതാവേ എന്താണ്, നീ അവനെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണം, ഇന്നത് എന്ന് ഇത്ര എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അവിടുന്ന് ഒരടയാളം കൊടുത്ത് ഈ മകനെ ഈ പ്രായത്തിൽ എനിക്ക് അവന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം തമ്പുരാനെ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് മാതാവെ അവിടുന്ന് സഹായമാകണമേ എന്ന് പ്രാർത്ഥിച്ചു. വളർന്നു വരുന്ന യുവതലമുറ ഇതല്ലാണ്ട് മറ്റെന്താണ് നേടേണ്ടത്? എനിക്ക് ക്രിസ്തുവിനെ കൊടുക്കാനേ ആഗ്രഹമുള്ളൂ, അതിന് ഒരു അടയാളം നീ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ വിഷയം വിട്ടു. പിന്നെ എക്സാം എഴുതാൻ കയറിയ പോകുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും ഒക്കെ കൃത്യമായിട്ടും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. കാരണം ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയ ഔഷധമാണ്. അപ്പോൾ അത് തന്നെ തുടർന്ന് പോന്നുകൊണ്ടിരിക്കുന്നു. വേറൊന്നും നമുക്ക് ജീവിതത്തിൽ ആവശ്യമില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് ഒരു എക്സാമിൻ്റെ തലേദിവസം പാനിക് അറ്റാക്ക് പോലെ വന്നു. പാനിക് അറ്റാക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒന്നും അറിയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു പാനിക് അറ്റാക്ക് പോലെ വന്നതിനെ ഗ്യാസ്പ് ചെയ്യുന്ന ഞാൻ കണ്ടു. ഉടനെ ഞാൻ പോയി ചെയ്തത്, ഗ്യാസ്പ് ചെയ്യുന്ന കണ്ടപ്പോഴേ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ശാന്തമായിട്ടിരുന്നു. വേഗം നടന്നു പോയി വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പെടുത്തു, തേനും എടുത്തു, തൈലം നെറ്റി തൊട്ട് കൊടുത്തു, ഉപ്പും തേനും വായിൽ സേവിക്കാൻ കൊടുത്തു. അത് ഇവന് പരിചയമുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴും പെട്ടെന്ന് ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്, എൻ്റെ മോനും കിട്ടിയത്. പെട്ടെന്ന് അവൻ ശാന്തമായി. പിന്നെ എൻ്റെ പ്രാർത്ഥന ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, കൂടുതലായിട്ടൊന്നും ഇനി പഠിക്കണ്ട, കൂടുതലായിട്ടൊന്നും ഇനി നോക്കണ്ട, മനസ്സ് ശാന്തമാകാൻ സഹായിക്കണമേ എന്ന് മാത്രം മാതാവിനോട് പ്രാർത്ഥിക്കുക. ആരാണ് എക്സാമിന് കയറുന്ന സമയത്ത് ഞാൻ ചെയ്തത്, ലീവ് എടുത്തു. ഞാൻ പത്രമായിട്ട് എൻ്റെ പ്രധാന പ്രവർത്തനം അതുതന്നെയാണ്. പത്രം എടുത്ത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങി. അന്നേ ദിവസം ഫാസ്റ്റിംഗ് ആയിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇറങ്ങി എല്ലാവരോടും സുവിശേഷം അറിയിച്ചു. മറ്റു ഭാരങ്ങളൊന്നും ഓർക്കാതെ ഈ കാര്യങ്ങൾ എന്താ പറയുക, ഈ മറ്റുള്ളവരോട് പറയാനോ അവരെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ, ദൈവികമായ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രം ഞാൻ അന്ന് ആ സമയങ്ങൾ ഉപയോഗിച്ചു. വേറെ ഒന്നിനെപ്പറ്റി ഞങ്ങൾ ഭാരപ്പെട്ടില്ല. പരീക്ഷയുടെ മാർക്കുകൾ കണക്കൂട്ടിയില്ല, ഒന്നും ചെയ്തില്ല, ഇങ്ങനെ പോന്നു. പക്ഷേ ഈ എക്സാം എഴുതുന്ന സമയങ്ങളിൽ, സ്റ്റഡി ലീവിൻ്റെ സമയത്ത്, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ മോനോട് പറയുമായിരുന്നു, എൻ്റെ മനസ്സിൽ തെളിയുന്നത് 90 എന്നാണ്. 90 ആൾക്ക് സാധാരണ ഒരു 65-60 ഒക്കെ ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പം നമുക്ക് ഒരിക്കലും അങ്ങനെ വലിയൊരു മാർക്ക് ഫോക്കസ് ചെയ്ത് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഞാൻ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ തെളിയുന്നത് 90. അത് ഞാൻ ഈ കുട്ടിയോട് മാത്രം പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, ദൈവമേ
ഇത് ഈ കുട്ടിക്കുള്ളൊരു അടയാളമായിരിക്കണമേ, അവിടുന്ന് സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ് പറയുന്നത്. വേറെ ആർക്കും ഇതിനെപ്പറ്റി അറിയണ്ടായില്ല. അപ്പോൾ ഇവൻ എന്നെ കളിയാക്കി, പിന്നെ 90 ഞാൻ ഈ ഏത് റേഞ്ചിലാണ് നിൽക്കണേ എന്നുള്ളത് അറിയാമല്ലോ. കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിലും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിലും അത് പ്രോപ്പറായിട്ട് പല കുട്ടികൾക്കും പേപ്പറിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാനുള്ള ഒരു കഴിവ് കുറവുള്ളൊരു കുട്ടിയാണ്. അപ്പം മാർക്ക് കുറയും. സ്വാഭാവികമായിട്ടും എഴുതി പിടിപ്പിക്കുന്നതിനല്ലേ മാർക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന പല കുട്ടികളെയും ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തന ഇടയ്ക്ക് ഞാൻ കാണുകയുണ്ടായി. ഇപ്പോൾ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ആത്മീയ ജീവിതവും ഇതുപോലെ ജീവിത സാഹചര്യങ്ങളൊക്കെ കണക്റ്റഡായിട്ട് ആ തക്ക സമയത്ത് വന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കണക്റ്റഡായി വന്നു. ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിൽ കണ്ട ആളുകളും ഇതേ സമാനമായ രീതിയിൽ പോകുന്ന ആളുകളാണ്. അപ്പം എൻ്റെ മനസ്സിലൂടെ എന്നിലൂടെ മാതാവ് അവരോട് സംസാരിക്കുമ്പം ഇതേ ബോധ്യം തന്നെ എനിക്കും വരും, ഇതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ളത്. അപ്പോൾ അതേ കാര്യം തന്നെ ഞാൻ ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു, നീ നോക്കിക്കോ, എനിക്കിങ്ങനെയാണ് കാണുന്നത്, അത് നമ്മളൊന്നും ചോദിച്ചിട്ടല്ല, പക്ഷെ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മാർക്ക് നിനക്ക് മാതാവ് തരും, ഇത് മതി നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പോൾ ധൈര്യപ്പെട്ടിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചിരിച്ച് തള്ളിവിട്ടു. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് 90% മാർക്ക്. അപ്പോൾ ഇവന് ഒരു ഞെട്ടലായി. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷി ആയോ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് പ്രാർത്ഥിക്കുമായിരുന്നുവെങ്കിലും ഇതിനൊരു കറക്റ്റ് നമ്പറിലേക്കൊന്നും വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ സംഭവിച്ചല്ലോ, മാതാവിന് നന്ദി എന്നവൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നിൻ്റെ സാക്ഷ്യമായിരിക്കണം, കാരണം നിനക്കാണ് അടയാളം കിട്ടിയിരിക്കുന്നത്, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അവനുണ്ടായ അനുഭവത്തെപ്പറ്റി അവനൊരു 2 വാക്ക് ഞങ്ങളോട് പറയും. എൻ്റെ പേര് ആരോൺ. ഞാൻ അമ്മ പറഞ്ഞ പോലെ എനിക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങൾ പഠിച്ചാലും അത് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അത് എക്സാമിലായാലും ശരി, ടെസ്റ്റ് പേപ്പറിലായാലും ശരി. പക്ഷെ ടീച്ചേഴ്സ് പറയും, പേരൻസ് മീറ്റിങ്ങിൻ്റെ സമയത്ത് ടീച്ചേഴ്സൊക്കെ പറയും, ഇവൻ നല്ലപോലെ പഠിക്കുമല്ലോ, പക്ഷേ പരീക്ഷയുടെ സമയത്തൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അത് എന്നെ വല്ലാതെ വിഷമിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ഡിപ്രഷൻ അടിക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ അന്നേരം അമ്മ പറഞ്ഞു, അതൊന്നും സാരമില്ല, കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു. അന്നേരമാണ് എൻ്റെ ഈ ബോർഡ് എക്സാം വരുന്നത്. അപ്പോൾ അതിനൊക്കെ മുമ്പ് എൻ്റെ 2 മോഡൽ എക്സാമിന് എനിക്ക് 60-65% ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ അടുത്ത് ഇനി ബോർഡ് എക്സാം ആണല്ലോ. അപ്പോൾ എനിക്ക് വല്ലാതെ പേടിയായി. അപ്പോഴാണ് ഈ സ്കൂളുകാർ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്യൂ ചെയ്തപ്പോൾ എനിക്ക് വല്ലാതെ പാനിക് അറ്റാക്ക് തോന്നി. അമ്മ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, ഒന്നും അറിയില്ലാത്ത പോലെയായിരുന്നു. അപ്പോൾ അന്നേരം പറഞ്ഞു, കുഴപ്പമില്ല, മാതാവ് നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ വിശ്വാസം കൈ പിടിച്ചുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അന്ന് പരീക്ഷാ ഹാളിൽ കയറുന്ന സമയത്ത് എൻ്റെ പൗച്ചിനകത്ത് ഉപ്പുണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തലയിൽ തൈലം തൂത്തിട്ടാണ് പോയത്. അപ്പോൾ അന്നേരം ഞാൻ പരീക്ഷാ ഹാളിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോഴേക്കും ആരും അറിയാതെ ആ പൗച്ചിൽ നിന്ന് ഇച്ചിരി ഉപ്പെടുത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ എതിരെ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ പരീക്ഷ എഴുതുന്നത്. അതിനൊന്നൊരു പ്രത്യേക ഒരു ഊർജ്ജം കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ എക്സാമിലും അതുപോലെ തന്നെ ചെയ്തു. അപ്പോൾ എനിക്ക് ഉള്ളിൽ എല്ലാ എക്സാമിനും കുഴപ്പമില്ലാതെ എഴുതിയ പോലെ തോന്നി. പക്ഷേ ഈ എക്സാം കഴിഞ്ഞ് ഏപ്രിൽ 13-ാം തീയതിയാണ് എക്സാമിൻ്റെ റിസൾട്ട് കിട്ടിയത്, ബോർഡ് എക്സാമിൻ്റെ. അപ്പോൾ അതിനൊക്കെ മുമ്പ് എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം അറിയാലോ, 60-65% കിട്ടിക്കൊണ്ടിരുന്ന എനിക്ക് ഉടനെ തന്നെ 90 കിട്ടുകയെന്ന് പറയുമ്പോൾ അതൊരു എന്തോ പോലെയായിരുന്നു. എനിക്ക് പേടി തോന്നി, എനിക്ക് അത്രയും കിട്ടുമോ ഇല്ലയോ. പക്ഷെ മാർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം അത് ശരിക്കും പറയാമല്ലോ, ഞാൻ ശരിക്കും ഒരു ഈ ഒരു കണ്ടീഷന് ADHD ഉള്ള എനിക്കിത് ഇത്രയും മാർക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം ഞാൻ അധികം ഫോക്കസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്, ഫോക്കസിങ് കുറവാണ്. അത് കാരണം എനിക്ക് ഗ്രാസ്പ് ചെയ്യാനും ഭയങ്കര പാടാണ് പഠിക്കുന്നതല്ല. പക്ഷെ ഇത്രയും മാർക്ക് കിട്ടിയപ്പോൾ എൻ്റെ വിശ്വാസം ഊർജിച്ചു. അങ്ങനെ എനിക്ക് മാതാവിൽ വിശ്വസിക്കാനുള്ള ഒരു ചാൻസ് മാതാവ് ഇതിലൂടെ എനിക്ക് കാണിച്ചു തന്നു. മാതാവ് എന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അപ്പോൾ ഞങ്ങളന്ന് മാർക്ക് കിട്ടിയപ്പോൾ അനുസരിച്ച് ഞങ്ങൾ എല്ലാവർക്കും മെസ്സേജ് ഇട്ടപ്പോഴും പറഞ്ഞപ്പോഴും ഒക്കെ പറഞ്ഞ ഒറ്റ ഒരു വേർഡേ ഉള്ളൂ. അച്ഛൻ നമ്മൾക്ക് സ്ഥിരമായിട്ട് പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ, ഇറ്റ്സ് നോട്ട് ബൈ മൈ മെറിറ്റ്, ഇറ്റ്സ് ഓൺലി ബൈ ഹിസ് ഗ്രേസ്. അപ്പോൾ ഇങ്ങനെ ഒരു ടാഗ് ലൈനാണ് എല്ലായിടത്തും പോയത് ഞങ്ങൾ പറഞ്ഞത്. അന്ന് തൊട്ടേ സുവിശേഷം അറിയിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം ഞങ്ങൾ എല്ലാവരോടും വിശദീകരിച്ച് പറയുന്നുണ്ട്, ഇതായിരുന്നു ഞങ്ങളുടെ ഹിസ്റ്ററി, പിന്നെ ഇതായിരുന്നു. എങ്കിലും എല്ലാവർക്കും അറിയാം 90% എന്ന് പറയുന്നത് ഒരു വലിയ മാർക്കൊന്നുമല്ല ഇന്നത്തെ കാലത്ത്. പക്ഷെ അത് ഞാൻ കോട്ട് ചെയ്തിവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
മാതാവിനോട് ആവശ്യപ്പെട്ടത് മകൻ്റെ വിദ്യാഭ്യാസപരമായിട്ട് ഞാനൊക്കെ ആവശ്യപ്പെട്ട ഒറ്റ കാര്യമേ ഉള്ളൂ, മാതാവേ അവനെ ഒരു സാക്ഷിയാക്കണം. അപ്പോൾ എനിക്കൊരു ഒരടയാളം അല്ലെങ്കിൽ മകനൊരടയാളം. അപ്പോൾ നമ്മൾ പറയുന്നത് മാതാവ് തരുന്നുണ്ട് അല്ലെങ്കിൽ അത്ര ആ ഒരു കൃത്യത മാതാവിൻ്റെ ഭാഗത്ത് നിന്നുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ. കാരണം എൻ്റെ ഉള്ളിൽ തെളിഞ്ഞത് 90% ഞാൻ അവനോട് പറഞ്ഞത് 90% റിസൾട്ട് വന്നപ്പോഴും അത് 90% ആ ഒരു കൃത്യത മാതാവ് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യത മാത്രം, ആ ഒരു അടയാളത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ആ 90% കാര്യം എടുത്തു പറഞ്ഞത്. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷം വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രായത്തിൽ മക്കൾ ദൈവാശ്രയബോധം എന്ന ഒറ്റ ഫോക്കസിൽ മുന്നോട്ട് പോകാൻ ഈ ഒരു അവസരം കിട്ടിയതിൽ ഒത്തിരി നന്ദി പറയുന്നു. തക്ക പ്രായമാകുമ്പോൾ ഉടമ്പടി ജീവിതം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ടാണ് എൻ്റെ മകൻ നിൽക്കുന്നത്. ഇതിൽ കൂടുതൽ വേറൊന്നും നേടാനില്ല. രണ്ടാമത്തെ ഒരു ചെറിയ കാര്യമായിരുന്നു, എൻ്റെ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ തുടർച്ച തന്നെയാണ്. അത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടുന്ന പാർട്ടിക്ക് വരാനുണ്ടാകുന്ന താമസവും, അപ്പോൾ അവർ വരാനുണ്ടാകുമ്പം ഇവിടുത്തെ ലീവുകളും കാര്യങ്ങളും അതുപോലെ ഒഫീഷ്യൽ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് തടസ്സങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ എൻ്റെ വസ്തുവിൽ ചെയ്തതുപോലെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണോ പ്രതിസന്ധികളാണോ അതിനെ മാതാവേ ദൈവമേ അവിടുന്ന് പരിഹരിച്ച് അത് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളോ അല്ല തർക്കങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾക്കോ ഒന്നും ഇടത് കൊടുക്കാതെ നമുക്കൊരു മോശമായ ഒരു കാര്യങ്ങൾ നമ്മുടെ വായിൽ നിന്ന് വരേണ്ടുന്ന ഒരു സാഹചര്യമോ ലജ്ജാകരമായ അവസ്ഥകളോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഉണ്ടാകാതെ അതെല്ലാം ആ തക്ക സമയം എപ്പോഴാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ തക്ക സമയം ഇവരെ ക്ഷമിക്കാനുള്ള കഴിവ് ഇപ്പം തന്നെ ചെയ്തതാ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡില്ല. പണ്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്കൊരിക്കലും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷമയോടെ കാത്തിരിക്കുവാനും ദൈവത്തിൻ്റെ സമയം എപ്പോഴാണോ ആ സമയത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ഉള്ള കൃപയും ക്ഷമയും സഹനവും നമ്മൾക്ക് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ തുടർന്നു പോകുമ്പോൾ ലഭിക്കുന്നുണ്ട്. പുതിയതായി ഒന്നും തന്നെ ഞങ്ങളങ്ങനെ നിയോഗങ്ങളായിട്ട് വെക്കാറില്ല. ഇനിയുള്ളതിൻ്റെ സാക്ഷ്യങ്ങളാണെങ്കിലും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പുതിയ തലങ്ങളെ ഉണ്ടായിരിക്കുക. കാരണം അനുഭവങ്ങൾ പുതിയതാണ്, നിയോഗങ്ങളും അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. പക്ഷേ എങ്കിലും എല്ലാ പ്രതിസന്ധിയിലും എല്ലാ ബുദ്ധിമുട്ടുകളിലും കൈപിടിച്ച് നടത്തുന്ന ദൈവമാണെന്നുള്ള ഉറപ്പ് ബോധ്യമുള്ളതുകൊണ്ട് ഒന്നിനെയും പ്രതി തകരാനോ ഭാരപ്പെടാനോ ഉള്ള കാര്യമില്ല എന്ന് ഉറച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ തുടർന്നും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കൃത്യമായിട്ട് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അതുപോലെ പ്രയറുകൾ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ബാംഗ്ലൂരാണ് ചെയ്യുന്നത്, ഇവിടെയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായിട്ടും കാര്യങ്ങൾ മെഡിസിൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്നാരെന്നൊന്നുമില്ല, നമ്മൾക്ക് മുന്നിൽ ഇറങ്ങുമ്പോൾ കാണുന്ന ആരെയാണോ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. സ്ഥിരമായി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അറിയുന്നവർക്കൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ വളർച്ചയുടെ പ്രതിഫലനമാണ് ഞാൻ ഈ പറഞ്ഞ സാക്ഷ്യങ്ങൾ. എപ്പോഴും ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ വലയത്തിനുള്ളിൽ നിന്ന് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മളെ തേടി വന്നോളും എന്നുള്ളതാണ്. അപ്പോൾ കുടുംബ പ്രാർത്ഥന കൃത്യമായിട്ടുണ്ടാവും. ഒരിക്കലും എന്തൊക്കെ സംഭവിച്ചാലും മുടക്കുന്ന പരിപാടിയില്ല. എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും അത് തന്നെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ കുർബാന ഞങ്ങൾ ബേസിക്കലി ജേക്കോബൈറ്റ്സ് ആണ്, കാത്തലിക്സ് അല്ല. എങ്കിലും ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ പോകാറുണ്ട്. പിന്നെ കുമ്പസാരം, അതുപോലെ ജപമാല എല്ലാ ദിവസവും വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ജപമാല ഉണ്ടായിരിക്കും. ജപമാല മുഴങ്ങാത്ത ഒരു ദിവസം പോലും ഞങ്ങളുടെ കുടുംബത്തിലില്ല. എനിക്കറിയാം, ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചതുകൊണ്ട് ജപമാലയൊക്കെ എനിക്കറിയാം. അന്ന് തൊട്ട് പ്രാർത്ഥിക്കുന്നതാണ്. മാതാവിൻ്റെ കൈ പിടിക്കുന്നത് പോലെയാണ് ജപമാല ചൊല്ലിത്തുടങ്ങുമ്പോൾ. അപ്പോൾ അത് ജപമാല മുഴങ്ങുന്ന ഒച്ച കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മാതാവിൻ്റെ കൈ പിടിച്ചൊരു എഫക്റ്റാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പോൾ അത് എല്ലാ ദിവസവും ഞങ്ങളുടെ കുടുംബത്ത് അത് മുഴങ്ങിയിരിക്കും ജപമാല. അതുപോലെ കുടുംബ പ്രാർത്ഥനയും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ ദൈവം നടത്തിയ എല്ലാ വഴികൾക്കും പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യത്തിനും അനുഗ്രഹങ്ങൾക്കും പ്രത്യേകമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവറ്റവനാണ് ദൈവം. 2 കൊറിന്ത്യൻസ് 9:8 ദൈവം കൃപയുടെ ഉറവിടമാണ്. സമൃദ്ധമായി കൃപയും അനുഗ്രഹവും നൽകുവാൻ കഴിവുള്ളവനും നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രമല്ല മറ്റ് സത്കൃത്യങ്ങൾ ചെയ്യുവാൻ, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ ഉടമ്പടിയിൽ
ദൈവം നമുക്ക് അനുഗ്രഹം ലഭിക്കുമെന്നും ഉറപ്പ് നൽകുകയാണ്. ഓരോ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോഴും അറിയാത്തവരെ അറിയിക്കുമ്പോഴും അറിഞ്ഞവരെ ആഴപ്പെടുത്തുമ്പോഴും നമ്മളറിയാതെ തന്നെ ഓരോ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് വശിക്കുകയാണ് ദൈവം. നമ്മുടെ പ്രശ്നങ്ങൾക്കും രോഗാവസ്ഥകൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കുമെല്ലാം നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിന്നീടെല്ലാം മറ്റു കാര്യങ്ങളിലാണ് നാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുന്ന, നമ്മുടെ കുറവുകൾ മാറി സമാധാനവും സന്തോഷവും ആത്മവിശ്വാസവും ലഭിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. പരിശുദ്ധമ്മ ജീവനോടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദുരന്തം വരാനിരിക്കുന്നു, വരാൻ പോകുന്നു എന്നൊരു മെസ്സേജുമായിട്ടാണ് അമ്മ വന്നത്. ഇന്ന് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലും പല കാര്യങ്ങളും മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുന്ന ഒരു അമ്മയുടെ സാന്നിധ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മകളുടെ ജീവിതത്തിലും 9-0 എന്ന് കാണിച്ചു കൊടുത്തപ്പോൾ മകൾക്ക് മനസ്സിലായില്ല എന്താണ് എന്ന്. ജയമി മനസ്സിൽ എന്താണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ചെലവഴിക്കുകയാണ്. പിന്നീട് മകൻ്റെ റിസൾട്ടിനെ പറ്റി 60-70% സാധാരണ ലഭിക്കാറുള്ളത്. 90 സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത ഒരു നമ്പർ, അതും പ്രതീക്ഷിച്ചില്ല. പക്ഷെങ്കിൽ റിസൾട്ട് വന്നപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ഈ മകൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. മകൻ പറഞ്ഞത് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പ് കാശുരൂപവും ഒക്കെ മുറുക്കെ പിടിച്ചുകൊണ്ട് അമ്മയുടെ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പുവരുത്തിയാണ് ഈ മകന് ബോർഡ് എക്സാമിന് പോയത്. അതിൻ്റെ ഫലമായിട്ടാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത റിസൾട്ടുമായിട്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ലഭിക്കുമെന്ന പൂർണ്ണ ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആത്മീയതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഈ മകളുടെ ജീവിതത്തിലും കൂടുതലും ആത്മീയതയിലാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് തക്ക സമയത്ത് തക്ക രീതിയിൽ ഈശോയും അമ്മയും ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് നല്ല റിസൾട്ട് നൽകി അനുഗ്രഹിക്കുകയും പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ്റെ തടസ്സങ്ങളുണ്ടായിരുന്നിട്ടും തക്ക സമയത്ത് തന്നെ ആ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ നൽകി ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും എല്ലാ അനുഗ്രഹവും നൽകുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളുടെ നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഉടമ്പടി നല്ല സത്കൃത്യങ്ങൾക്കായി കാരുണ്യ പ്രവൃത്തികൾക്കായി ഉപയോഗിക്കുവാനും ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും, തക്ക സമയത്ത് ശരിയായ രീതിയിൽ നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമെന്ന് പൂർണ്ണമായി ആഗ്രഹിച്ചുകൊണ്ടും അനുഗ്രഹം മറ്റുള്ളവർക്കായി നമുക്ക് ലഭിച്ച അനുഗ്രഹം മറ്റുള്ളവർക്കായി പങ്കിട്ടുകൊണ്ടും 2 കൊറിന്ത്യൻസ് 9:8 പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ നമുക്ക് മതിയെന്നാണ്. കിട്ടുന്ന അനുഗ്രഹങ്ങൾ ചെറുതാണെങ്കിലും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞ് ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 21:6 പറയുന്നത് അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണ്ണനാക്കി അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു എന്നാണ്. നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ കൊണ്ട് പൂർണ്ണതയിലെത്തുവാനും അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് കൂടുതൽ ആനന്ദിക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം.